ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ 20 കൊല്ലം മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വീട്, നാട്ടിലുള്ളൊരു വീട്, തന്റെ ജീവിതത്തിൽ ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത തന്റെ സ്വന്തം മകൾ, ഇവരെല്ലാവരെയും നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാസ ജീവിതം അനുഭവിച്ച് അവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ തിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടെല്ലാവരോടും അദ്ദേഹം പറഞ്ഞു, ഇനി ഈ നാട്ടിലേക്ക്, ഈ മരുഭൂമിയുടെ മണ്ണിലേക്ക് ഇനി ഞാനില്ല, ഇനി ഞാൻ തിരിച്ചില്ല. ഇനി എൻ്റെ വീട്, ഞാനുണ്ടാക്കിയ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോടൊത്ത്, എൻ്റെ മകളോടൊത്ത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത എൻ്റെ മകളോടൊത്ത്, എനിക്ക് ആ വീട്ടിൽ എൻ്റെ സഹധർമ്മിണിയോടൊത്ത് എനിക്ക് ആ നാല് ചുവരുകൾക്കുള്ളിൽ, ആ വീടിൻ്റെ ഉള്ളിൽ എനിക്ക് സുഖമായി ജീവിക്കണം. അതിന് അല്ലാഹ് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെയുള്ളവരോടെല്ലാവരോടും യാത്ര പറഞ്ഞ് അദ്ദേഹത്തിന്റെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര തിരിച്ചു. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു യാത്രക്കാരനോട് അദ്ദേഹം ചോദിച്ചു, ഈ ഫ്ലൈറ്റ് കോഴിക്കോട് എത്തിയോ എന്ന്. അദ്ദേഹം പറഞ്ഞു, അതെ, കോഴിക്കോടെത്തി എന്ന് പറഞ്ഞതും ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് പിറകോട്ട് കിടന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞ് ആ ഫ്ലൈറ്റിലുള്ള ജോലിക്കാരെ അദ്ദേഹത്തെ പോയി വിളിച്ച സമയത്ത് അദ്ദേഹത്തിന് ഒരനക്കവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ എയർപോർട്ടിന് പുറത്ത് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ നോക്കി നിൽപ്പുണ്ട്, അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ നോക്കി നിൽപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ ഉമ്മ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ എല്ലാവരും അദ്ദേഹത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽപ്പാണ്. പക്ഷേ എത്ര കഴിഞ്ഞിട്ടും ആ ഒരു മനുഷ്യൻ മാത്രം പുറത്തേക്ക് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും പുറത്തേക്ക് പോയി, ആ ഒരു മനുഷ്യൻ മാത്രം പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് ആ എയർപോർട്ടിന്റെ കവാടത്തിന്റെ മുന്നിലേക്ക് വന്നതും ആരോ ഒരാളെ അതിൽ കയറ്റി ഏതോ ഒരു ഹോസ്പിറ്റലിലേക്ക് ആ ആംബുലൻസ് തിരിച്ചു പോയതും. അവിടെ നിന്ന് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ആ ഉപ്പായുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ്, നിങ്ങളുടെ മകൻ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കൊണ്ട് നിങ്ങൾ എമർജൻസിയായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ അവർ കട്ട് ചെയ്തത്. അങ്ങനെ ആ കോൾ വന്നതിന് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ആ എയർപോർട്ടിൽ നിന്ന് അവർ നേരിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോയ സമയത്ത് അവർക്ക് ആ ഡോക്ടറുടെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടിയ വിവരം, കുറഞ്ഞ സമയം ഒരു 5-10 മിനിറ്റ് മാത്രമേ ആ മനുഷ്യന് ഇനി ആയുസ്സുള്ളൂ, കാണാൻ കഴിയുന്നവർ കയറി കണ്ടുകൊള്ളുക എന്ന് മാത്രമായിരുന്നു അവർക്കവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശം. സുഹൃത്തുക്കളെ, എങ്ങോട്ടാണ് നമ്മൾ പറയുന്നത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ആ മരണം നമ്മളെ കൊണ്ടുപോകാം. ഏത് നിമിഷം വേണമെങ്കിലും ആ മരണം നമ്മളെ കൊണ്ടുപോകാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടില്ല, നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാർ എത്രത്തോളം അടുത്താണോ അതിനേക്കാൾ അടുത്താണ് നിങ്ങളുടെ മരണം എന്നുള്ളതും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഓടുന്ന സമയത്ത്, പണമുണ്ടാക്കാൻ ഓടുന്ന സമയത്ത് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നാം എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കേണ്ടതുള്ളത് അത് വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മൾ ചെയ്തു നൽകേണ്ടതാണ്. അതല്ലെങ്കിൽ
നാം ഒന്നുമില്ലാതെയാണ് ഇവിടേക്ക് വന്നത്. ഒന്നുമില്ലാതെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യേണ്ടി വരും.